ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് വെല്ലുവിളിയായിട്ടാണ് പുതിയ അവതാരം എത്തിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചെയ്ത കുറ്റത്തിന് മകളുടെ ജീവിതവും തകർത്ത് കളയുമെന്ന് അയാൾ നമ്മുടെ കവിതാൻ്റിയോട് പറയുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് മോഹിനിയും അതുപോലെ തന്നെ പിങ്കിയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ തൻ്റെ കളിക്കളത്തിലേക്ക് തനിക്ക് ഇറക്കാൻ പറ്റിയൊരു കരുവാണ് ഈ നിൽക്കുന്നത് എന്ന് പിങ്കി വേഗം തന്നെ ചിന്തിച്ചു. ഇവരുടെ ആ സംസാരത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ആരാണെന്നും ഇയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും എടുക്കണമെന്ന് നമ്മുടെ പിങ്കി അങ്ങ് ചിന്തിക്കുക. പിങ്കി എന്നിട്ടത് മോഹിനിയോട് പറയുകയും ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഇയാൾ ഉപകാരപ്പെട്ടേക്കും ചെറിയമ്മായി, അതുകൊണ്ട് നമുക്ക് ഇയാളെ ഒന്ന് ശരിക്കൊന്ന് കാണേണ്ട രീതിയിൽ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ കൂടെ ഉണ്ടാകും, ഞാനും ഏട്ടത്തെയും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ അങ്ങ് പോയിട്ട് ഇയാളെ ഒരു തരത്തിൽ അവിടെ നിന്ന് ആൻറ്റി പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ആൻറ്റി ഇങ്ങ് വന്നപ്പോഴത്തേക്കും അയാൾ എന്താ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് കേട്ടതെന്ന് ചോദിച്ചു. അവൻ പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറയാമായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായെന്നും പറഞ്ഞു. എന്നിട്ട് ഇവരും അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. ആൻറ്റി അങ്ങ് പോയിട്ടോ. അകത്ത് കയറി ചെന്ന് ഇരുന്നിട്ട് പിങ്കി ഇങ്ങനെ ഇതിനെപ്പറ്റി ആലോചിക്കുക, വന്ന ആളെ പറ്റിയും അതുപോലെ തന്നെ വന്നയാൾ എന്തൊക്കെയായിരിക്കും ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത്. നന്ദയെ തകർക്കാൻ തന്നെയാണ് അയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാളെ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നന്ദയെ പൊളിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അയാളുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചെടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഈ പിങ്കി ചിന്തിക്കുന്നത്. എന്തായാലും പിങ്കി നന്ദയെ തകർക്കാനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളും അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതിന് ശേഷം ചെന്ന് വലിയ മായോട് കാര്യങ്ങളൊക്കെ പറയുന്നു. മോഹിനിയാണെങ്കിലും 1-9 അവിടെ ചെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കളിക്കാൻ അല്ലെങ്കിൽ കളിക്കളത്തിലേക്ക് ഇറക്കാൻ പുതിയൊരു ആയുധമായിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടെന്നും അവൻ്റെ കാര്യങ്ങളിൽ നമുക്കൊന്ന് ശരിക്കും അന്വേഷണം നടത്തണം, നന്ദയുടെ എതിരാളിയായിട്ട് അങ്ങനെ നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ അവിടെ ഇരുന്ന് ഗൂഢാലോചനകളും കാര്യങ്ങളും നടത്തുക. അങ്ങനെ ഇവർ വന്ന ആളെയും കൊണ്ട് കാര്യം കാണാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് നമ്മുടെ നന്ദ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് വസന്തിൻ്റെ അരികിലേക്കാണ്. വസന്തിൻ്റെ അരികിൽ ചെന്ന് വസന്തുമായിട്ട് കണ്ട് സംസാരിച്ച് കുഞ്ഞിൻ്റെയും പ്രിയയുടെയും ഇടയിലുള്ള ഒരു പ്രശ്നം അത് ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് നന്ദ പോയത്. നന്ദ അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വസന്ത് സാറിനെയും കണ്ടു, അതുപോലെ തന്നെ ആതിരയെയും കണ്ടു. നന്ദ എന്താ ഇവിടെ, എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. പ്രിയേച്ചിയുടെയും സാറിൻ്റെയും ഇടയിൽ ഇപ്പോൾ ഒരു പ്രശ്നമായി നിൽക്കുന്നത് ചിഞ്ചുമോളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചിഞ്ചുമോളെ ഉപേക്ഷിച്ച് സാർ ഒരിക്കലും പ്രിയേച്ചിയെ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ ചിഞ്ചുമോളോട് പ്രിയേച്ചിക്ക് ഒരു രീതിയിലുമുള്ള ഒരു വിദ്വേഷമോ സ്നേഹക്കുറവോ ഒന്നുമില്ല, അതും എനിക്കറിയാം. പ്രിയേച്ചിയെ ഓരോന്ന് പറഞ്ഞ് ആ വീട്ടിലുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അതുപോലെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുന്നത് കൊണ്ട് പ്രിയേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും പ്രിയേച്ചിക്ക് ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അകറ്റി നിർത്താനോ സാറിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ കുഞ്ഞിനെ തള്ളിക്കളയിക്കാനോ ഒന്നും കഴിയില്ല. പ്രിയേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്രിയേച്ചിയുടെ മനസ്സ് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. ഞാൻ അറിയുന്ന പ്രിയേച്ചി ഒരിക്കലും സാറിൻ്റെ ജീവിതത്തിൽ നിന്നും ചിഞ്ചുമോളെ പറിച്ചെറിയില്ല. ആ കുഞ്ഞിനെ പറിച്ചെറിഞ്ഞ് ഈ സാറിൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രിയേച്ചി ഒരിക്കലും വാശി പിടിക്കുകയില്ല. അതുകൊണ്ട് സാർ അതോർത്ത് വിഷമിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയുന്ന പ്രിയേച്ചി ഒരിക്കലും അങ്ങനെ ഒരു ക്രൂരത കാണിക്കില്ല എന്നുള്ള കാര്യം തറപ്പിച്ച് പറഞ്ഞു നന്ദ. അപ്പം നന്ദ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണെന്ന് നമ്മുടെ വസന്തിനും അതുപോലെ തന്നെ ആതിരയ്ക്കും മനസ്സിലായി. ആതിര നേരം പറഞ്ഞു, നന്ദമോള് പറഞ്ഞത് 100% ശരിയാണ് ഏട്ടാ. നമുക്കറിയാവുന്ന പ്രിയ ഒരിക്കലും ഒരു പിഞ്ചു കുഞ്ഞിനോട് അത്തരത്തിലുള്ള ക്രൂരതയൊന്നും കാണിക്കില്ല. ആ വീട്ടിലുള്ളവർ പ്രിയ ഓരോന്ന് പറഞ്ഞിങ്ങനെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള കാര്യം. അപ്പോൾ സാർ ഒന്നുകൊണ്ട് ഓർത്ത് വിഷമിക്കേണ്ട. പ്രിയേച്ചിയെ സാർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രിയയായി സാറിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ട് നിർത്തിത്തരും, എങ്കിൽ മാത്രമേ ഈ നന്ദയ്ക്ക് സമാധാനമായിട്ടുള്ളൊരു ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം. അപ്പം നന്ദ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വസന്തിന് വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങ് പോരുന്നു. അപ്പം നന്ദയും വസന്തും അതുപോലെ സംസാരിച്ചു. നന്ദ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആതിര വസന്തിനോട് പറയുവാണ്, വളരെ മര്യാദയും സ്നേഹവും അതുപോലെ തന്നെ നന്മയുമുള്ളൊരു കുട്ടിയാണ് നന്ദയെന്നും നന്ദ പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ് ഏട്ടാ. നന്ദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായി ചെയ്ത് കാണിക്കാനുള്ള മനസ്സ് ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി അത് ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യം പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മുടെ നന്ദയെക്കുറിച്ചും നന്ദയുടെ നല്ല മനസ്സിനെക്കുറിച്ചും ഒക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദ
പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ നന്ദയെ പറ്റി ഓർത്തിങ്ങനെ ആകെ വെകിളി പിടിച്ച് നടക്കുക. കാരണം നന്ദ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിലെ കരടായിരിക്കുക. അത് മാത്രമല്ല ആ വീട്ടിൽ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ ഭയങ്കര വെറുപ്പാണ് നന്ദയോടുള്ളത്. അപ്പോൾ നന്ദ ആണെങ്കിൽ എല്ലാവരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് നമ്മുടെ ലക്ഷ്മി ചിന്തിച്ചു കൂട്ടുന്നത്. കാരണം എന്താ, നന്ദയ്ക്ക് എങ്ങനെയാണ് അവരെ തമ്മിൽ ഒന്നിപ്പിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ ആരെയും കുറിച്ച് നന്ദ ചിന്തിക്കുന്നില്ല എന്ന് ലക്ഷ്മി ചിന്തിക്കുന്നു. അപ്പോൾ മകന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായ ചോദിച്ചു മകൻ. ഗൗതം വന്നിങ്ങനെ നിൽക്കുന്നു. അമ്മ മകനുള്ള ചായയായിട്ട് ചെന്നു. ചായയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദ എന്ത് ചെയ്യുന്നു ചോദിച്ചു. നന്ദ പുറത്തേക്ക് പോയതാണെന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് പോയെന്ന്. എവിടേക്ക് പോയി? അവളിപ്പോൾ എവിടേക്കാണ് പോവാറ് പതിവ്? അവൾ മിക്കവാറും വസന്തനെ കാണാനായിരിക്കും പോയിരിക്കുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ അവൾ എപ്പോഴും എന്തിനാ ഈ വസന്ത സാറിനെ കാണാൻ പോകുന്നതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മോനെ, എനിക്ക് നന്ദമോളുടെ കാര്യം ഓർക്കുമ്പോൾ പേടിയാവുക. അവൾ പ്രിയയ്ക്കും ആ കുഞ്ഞിനും അതുപോലെ വസന്തനും പിന്നാലെ കിടന്ന് ഓടുകയാണ്. പ്രിയയും ആ കുഞ്ഞും അവരെ വേർപിരിക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാണ്. എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. കാരണം വെറുതെ മറ്റുള്ളവരുടെ വെറുപ്പ് മാത്രം അവൾ സമ്പാദിച്ചു കൂട്ടുന്നത്. നിനക്ക് അവളോടൊന്നോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എത്രത്തോളം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അവൾ അതിൽ നിന്നൊന്നും മാറില്ല. അവളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവൾ ആ കാര്യം ചെയ്തേ അടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മോനെ, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം നന്ദയുടെ ഈ ഒരു പോക്ക് കാണുമ്പോൾ അമ്മയ്ക്ക് ശരിക്കും പേടിയാകുക. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പം നന്ദി ഇവിടെ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക വഴി. അതിന് അമ്മ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. ഇങ്ങനെ പോയാൽ ഒന്നും പറ്റില്ല. ഞാൻ നിന്നോട് പറയുവാണ്, നന്ദയുമായിട്ടുള്ള ആ ഒരു ഹണിമൂൺ ട്രിപ്പ് നീ പ്ലാൻ ചെയ്യണം. അതിലൂടെ മാത്രമേ അവളെ മാറ്റിയെടുക്കാൻ പറ്റൂ. അവൾ കുറച്ച് ദിവസം ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആകും. ആ സമയത്ത് കുറേയൊക്കെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും. നീ എത്രയും പെട്ടെന്ന് ഹണിമൂൺ ട്രിപ്പിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളണം. ഇത് അമ്മയുടെ ഓർഡറാ, ഞാൻ പറഞ്ഞേക്കാം കേട്ടല്ലോ. ഇനി അതിനൊരു മാറ്റവും നീ വെച്ചേക്കരുത്. ഇനി നന്ദമോളെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടേക്ക് വന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇങ്ങനെ പറഞ്ഞു. അമ്മ ഹണിമൂൺ ട്രിപ്പിന് മൂളി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതത്തിന് ഒരുപാട് സന്തോഷമായി. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് പോലെ നമ്മുടെ ഗൗതം ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇനി ഹണിമൂൺ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആ പാറി പറക്കാനുള്ള ഒരു സമയം എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി നമ്മുടെ ഗൗതം ഇങ്ങനെ ഒരു കുഞ്ഞു സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. ഇതെങ്ങാനും പിങ്കി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാം തീർന്നു. ഹണിമൂണും തീർന്നു, അവരുടെ ജീവിതവും തീർന്നു, എല്ലാം വെള്ളത്തിലാകും. ഏതായാലും ഈ കാര്യങ്ങൾ തറവാട്ടി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞ അനുസരിച്ച് ഗൗതം എല്ലാം പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്ദയോട് അവതരിപ്പിക്കണം. നന്ദ വന്ന് നന്ദയോട് കാര്യം പറയണം. അങ്ങനെ ഒരു കാര്യം ഗൗതത്തിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിനു മുമ്പ് ഇവർ ഹണിമൂണിന് പോയി എന്നു വരെയായി ഇന്ദീവരം തറവാട്ടിൽ. അങ്ങനെ ഇവർ പോകാൻ ഒരുങ്ങുകയാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. പിങ്കിക്ക് പിന്നെ ഇരിക്കപ്പുറത്തില്ല. പിങ്കി ഓടുവാണോ ഇരിക്കുവാണോ ചാടുവാണോ പിങ്കിക്ക് പോലും അറിയില്ല പിങ്കി എന്നാ കാട്ടിക്കൂട്ടുന്നതെന്ന്. കാരണം എന്താ, ഇവർ ഹണിമൂണിന് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നു. പിങ്കിയുടെ എല്ലാ പ്ലാനും അവസാനിച്ചു, എല്ലാ ആഗ്രഹങ്ങളും അവസാനിച്ചു. പിന്നെ ഇച്ചിരി കുഴിയിൽ മണ്ണിട്ട് മൂടിയാൽ മാത്രം മതി. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്കാണല്ലോ. അങ്ങനെ പിങ്കിക്ക് പണി കൊടുക്കാൻ മിക്കവാറും നമ്മുടെ നന്ദ പോകാനായിട്ട് സമ്മതിക്കും. അത് വേറൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും അറിഞ്ഞു ഇവർ ഹണിമൂണിന് പോവുകയാണ് എന്നുള്ള കാര്യം. അങ്ങനെ ഇവർ ഹണിമൂണിന് പോകുമ്പോഴേക്കും അത് എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും കലിപ്പും കാര്യങ്ങളും. പക്ഷെ പെട്ടെന്ന് മെമ്മറിയിലേക്ക് മോഹിനിക്കും അരുന്ധതിക്കും വന്നു ഇവർ ഹണിമൂണിന് പോകുന്നതാണ് നല്ലത്. കാരണം നന്ദ ഇവിടെ ഇല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്ലാനൊക്കെ വർക്കൗട്ടാക്കാം. നന്ദയാണല്ലോ എല്ലാത്തിനും ഇടങ്കോലായിട്ട് നിൽക്കുന്നത്. ഈ നന്ദ ഇവിടുന്ന് മാറി നിൽക്കുമ്പോഴേക്കും പ്രിയയുടെ മനസ്സ് പൂർണ്ണമായി മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ അവരെ രണ്ടുപേരെയും രണ്ട് തട്ടിലാക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇവർ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ആശാത്തിമാരങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിക്കെട്ടുള്ളൊരു പണിയായിപ്പോയി. അപ്പോൾ പിങ്കി അതിന് സമ്മതിക്കുമോ? നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന പിങ്കിക്ക് അതൊരു ഇതാവില്ലേ എന്ന് മോഹിനി ചോദിച്ചപ്പോൾ പിങ്കി അവളോട് പണി നോക്കാൻ പറഞ്ഞു. പിങ്കിയെ നമ്മൾ കൂടെ നിർത്തിയിരിക്കുന്നത് നമുക്കൊരു ഐഡിയകൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ പിങ്കിയെ നമ്മൾ എന്തിനാ ഗൗതവും നന്ദയും കൂടി ടൂറ് പോകുന്നത് പിങ്കിക്ക് വേണ്ടി മുടക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിങ്കി ഇവിടെ തന്നെ കാണും. ഇപ്പം നന്ദ ഇവിടുന്ന് മാറി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നന്ദ പോട്ടെ. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. എന്തായാലും പിങ്കിക്ക് വളം വെച്ച് കൊടുക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. പിങ്കി എന്ന് പറയുന്നത് അർജുൻ്റെ ഭാര്യയാണ്. എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. അത് മാറ്റി ചിന്തിക്കാൻ ആർക്കും പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു മര്യാദയുള്ള ഒരു സംസാരം അതിൻ്റെ ഇടയിൽ ഇവർ പറഞ്ഞു. എന്തായാലും പിങ്കിക്കൊരു
ഉഗ്രൻ തിരിച്ചടിയായിട്ടാണ് ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് ഇങ്ങ് വന്നിരിക്കുന്നത്. പിങ്കി മിക്കവാറും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സൂപ്പർ ഹിറ്റ് കഥകളുമായിട്ട് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.